15 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അനന്തു. ഭാവിയിൽ വീടിന് എല്ലാവിധ സഹായങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ പ്രതീക്ഷയുമായിരുന്നു അനന്തു എന്ന വിദ്യാർത്ഥി. കാരണം 2 സഹോദരിമാരും ഒരു മകനുമാണ് നിലവിൽ സന്തോഷിന് ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിൽ മകനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ദാരുണമായ സംഭവത്തിലൂടെ തന്നെയാണ് നഷ്ടപ്പെട്ടത് എന്നത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരം. കാരണം ഈ വിൽക്കാൻ അതായത് കെണിവെച്ച് പിടിച്ച് വിൽപ്പന നടത്തുന്ന കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള വിനീഷാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ക്രൂരകൃത്യം ചെയ്തത് എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടതുപോലെ തന്നെ ഈ ക്രൂരമായ കെണി ഒരുക്കിയ വിനീഷ് ഇത്തരത്തിൽ അനന്തു മരിക്കുന്നത് പോലും കണ്ടിട്ട് രക്ഷിക്കാൻ പോലും തയ്യാറായില്ല എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതിനാൽ തന്നെ നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അനന്തുവിൻ്റെ മരണം. രാവിലെ മുതൽ തന്നെ അനന്തുവിനെ കാണാൻ വേണ്ടി അനന്തു പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലും അതേപോലെ തന്നെ വീട്ടിലും നിരവധി പേരാണ് എത്തിയത്. സഹപാഠികളടക്കം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വീട്ടിലെത്തിയത്. വളരെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ് വീട്ടിലായാലും സ്കൂളിലായാലും ഉണ്ടായിട്ടുള്ളത്. കാരണം നിരവധി പേര് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വന്നു. അതുപോലെ തന്നെ അനന്തുവിൻ്റെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരാനും നിരവധി പേരെത്തി. LDF സ്ഥാനാർത്ഥി സ്വരാജ്, അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ്, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളൊക്കെ അനന്തുവിൻ്റെ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അത്തരത്തിൽ വലിയ ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായി അനന്തുവിൻ്റെ മരണം മാറിയിരിക്കുകയാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നാളെയുടെ പ്രതീക്ഷയായിരുന്നു അനന്തു. കാരണം വീട്ടിൽ ഏക മകൻ, 2 സഹോദരിമാരും ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ മകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതിൻ്റെ വൈകാരിക നിമിഷങ്ങൾ നേരത്തെ പൊതുദർശനത്തിന് വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോഴും കാണാൻ വേണ്ടി സാധിച്ചു. ഈ പ്രദേശത്ത് പ്രചാരം ഉറപ്പിക്കാനായും അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയും എത്തിയിരുന്നു. ഇപ്പോൾ അനന്തുവിൻ്റെ മൃതദേഹം മറവ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കും. അജിംഷാദ്. തീർച്ചയായും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ വീട്ടിലുള്ള ഒരാൾ മാത്രം